പേര് ഓലൻ, എന്നാൽ രുചിയോ 3 വിധം. ഇന്ന് സദ്യ സ്റ്റൈൽ 3 തരം ഓലനുകളാണ് ഞാൻ തയ്യാറാക്കുന്നത്. 3ലും ചേരുവകളും തയ്യാറാക്കുന്ന രീതിയും ഒക്കെ വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങൾക്കിതിൽ ഏത് ഓലനാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് പറയൂ കേട്ടോ. അതേപോലെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ തയ്യാറാക്കുന്നത് എന്നുകൂടി മെൻഷൻ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തയ്യാറാക്കുന്ന ഓലനിലെ ചേരുവകളാണ് ഇതെല്ലാം. പച്ചക്കായയാണ് കേട്ടോ ഇതിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. നേന്ത്രക്കായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുമ്പളങ്ങ, അതായത് ഇളവൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചപ്പയർ, അച്ചിങ്ങാപ്പയർ എന്നൊക്കെ പറയുന്ന പയറും എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓലനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് തന്നെ ആവട്ടെ ആദ്യത്തെ റെസിപ്പി അല്ലേ. നമ്മൾ ഇതൊന്ന് വേവിക്കണം. അതിനായിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കാം. കണ്ണൂർ ഭാഗത്തുള്ള ചില സദ്യകളിൽ നിന്നാണ് ഞാൻ ഈ ടൈപ്പ് ഓലൻ കഴിച്ചിട്ടുള്ളത്. അവിടെ പല വീടുകളിലും ഇതുണ്ടാക്കാറുമുണ്ട് ഓണത്തിനൊക്കെ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ആവട്ടെ ആദ്യത്തെ നമ്മുടെ റെസിപ്പി അല്ലേ. കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഇതുപോലെ വറ്റി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് 2ാം പാൽ ഒഴിക്കുന്നത് കേട്ടോ. പച്ചക്കായ ഇങ്ങനെ വട്ടത്തിൽ തന്നെ അരിയണേ. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ കറയൊക്കെ മാറിക്കിട്ടും. കറ വല്ലാതെ പോയിട്ടില്ലെങ്കിൽ നമ്മളിതിങ്ങനെ വേവിക്കുന്ന സമയത്ത് ഒരു ഗ്രേ കളറിൽ ഇങ്ങനെ ഒരു ഗ്രേവി ഇറങ്ങി വരും. അത് ആ ഒരു ഓലൻ്റെ കളറിനെ ബാധിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഇത് ഈ 2ാം പാലിൽ കിടന്ന് നന്നായി തിളച്ച് വറ്റി വരണേ. ഈ ടൈപ്പിൽ ഓലൻ ഉണ്ടാക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പലർക്കും ഇതറിയില്ല. ഞാൻ ഈ ഓലനെ പറ്റി പലരോടും പറയുമ്പോൾ അയ്യോ പച്ചപ്പയറും കായൊക്കെ ഇങ്ങനെ ഓലനിൽ ചേർക്കുമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കല്യാണ സദ്യകളിൽ വരെ ഇങ്ങനത്തെ ഓലൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് നല്ല കുറുകിയ 1ാമത്തെ തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി തീ കത്തിക്കണ്ട, തീ ഓഫാക്കുക. നല്ലപോലെ കറിവേപ്പില ഈ ഒരു ഘട്ടത്തിൽ ചേർക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ തോന്നുന്നത് ചട്ടിയുടെ ചൂട് കൊണ്ട് തിളയ്ക്കുന്നതാണ് കേട്ടോ. ധാരാളം കറിവേപ്പില ചേർക്കണേ. അതുപോലെ തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ച വെളിച്ചെണ്ണ. തീ ഓഫാക്കിയ ശേഷമാണ് കേട്ടോ ഇത് രണ്ടും ചേർക്കേണ്ടത്. ഇനി നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ മണമൊക്കെ ആ ഒരു ഓലനിലേക്ക് നല്ലപോലെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വരും. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി കൂട്ടിയിളക്കാം. ഈ ഒരു ഓലന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കായയും അതുപോലെ തന്നെ ആ ഒരു പയറും എല്ലാതും കൂടി ഇൻക്ലൂഡ് ആയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കായ ചേർക്കുന്നതുകൊണ്ട് ഇരിക്കുന്തോറും ആ കളറിന് ചെറിയൊരു മാറ്റം വരും. അത് കറ നല്ലപോലെ കളയുകയാണെങ്കിൽ പ്രശ്നമില്ല. കറ കളയാതെ ഇടുകയാണെങ്കിൽ നല്ല ഗ്രേ കളറ് ആ ഗ്രേവിയിൽ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇതുപോലെ ഇരിക്കും ഓലൻ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനി നമുക്ക് അടുത്ത ഓലൻ റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. അടുത്ത ഓലൻ റെസിപ്പിക്കായിട്ട് നമുക്ക് വേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ കനം കുറച്ച് മുറിക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണം. പിന്നെ 2 പച്ചമുളക് വേണം കേട്ടോ. എല്ലാ ചേരുവകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അടുപ്പിൽ വെക്കാം. ഇതിലിങ്ങനെ കഷ്ണം വേവുന്ന സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ നികക്കെ വെള്ളം ചേർക്കാനേ പാടുള്ളൂ, അല്ലാതെ കുറേ വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ വെള്ളം മുഴുവനും വറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഓവറായിട്ട് വെന്തു പോകും. അത് ഓലൻ്റെ സ്വാദിനെ ബാധിക്കും കേട്ടോ. ഇവിടെ കഷ്ണങ്ങൾ ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓലൻ്റെ പുറകിലുള്ള കഥ എന്താണ്, ഓലൻ എന്തിനാണ് സദ്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതിനെ പറ്റി നിങ്ങൾക്കറിയോ? അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കൊരു കാര്യം അറിയാം, അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. മത്തങ്ങ ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വൻപയർ വേവിച്ചത് ചേർക്കുകയാണ് കേട്ടോ. വൻപയർ വേവിച്ചിട്ട് ഇങ്ങനെ ചേർക്കുന്നതാണ് ഒരുമിച്ച് വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത്. മത്തങ്ങയാണെങ്കിൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അത് കുഴപ്പമില്ല. വല്ലാണ്ട് ഇങ്ങനെ ഉടച്ച് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. കുറച്ചൊക്കെ കഷ്ണങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഇളക്കിയെടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതാ നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി വറ്റിച്ചെടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കേണ്ട, കാരണം ഇരുന്ന് വറ്റിക്കോളും. അപ്പോൾ ഒരുവിധം പാകത്തിന് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക, അത്രയേ ഉള്ളൂ.
സദ്യകളിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വിഭവത്തിൻ്റെയും ടേസ്റ്റ് മനസ്സിലാക്കാനും അതുപോലെ അവയുടെ ആ വീര്യം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭവമാണ് ഓലൻ. അങ്ങനെയാണ് കേട്ടോ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, സദ്യ അത്യാവശ്യം ഹെവി ആണല്ലോ, അപ്പം നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിനെ ഒന്ന് ലഘൂകരിക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണത്രേ ഈ ഓലൻ. അപ്പോൾ അതുകൂടി ഒരു പ്രത്യേകതയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഈ ഓലനിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. അത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. വള്ളുവനാടൻ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാം ഈ ഓലനെ പറ്റി. ഓലൻ്റെ വിഭാഗത്തിലാണ് പെടുന്നതെങ്കിലും പലരും ഇതിനെ പറയാം മത്തങ്ങയും പയറും എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. ഇനി അടുത്ത ഓലനിലേക്ക് നമുക്ക് വേണ്ടത് കുമ്പളങ്ങ അഥവാ ഇളവൻ എന്ന് പറയുന്ന വെജിറ്റബിളാണ്. ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. 2 പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാ ചേരുവകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാകത്തിന് വെള്ളം ഒഴിക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഓലനാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ടൈപ്പ് ഓലൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ 3 ഓലനിലും ഏറ്റവും ഇഷ്ടമുള്ള ഓലൻ ഇതാണ്. അതായത് കേരളത്തിൽ എല്ലാവർക്കും ഒരേപോലെ അറിയുന്ന ഒരു ഓലൻ ഇതാണെന്ന് തോന്നുന്നു. കുമ്പളങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വൻപയർ വേവിച്ചത് ചേർക്കുകയാണേ. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ചൊന്ന് വേവട്ടെ. കുമ്പളങ്ങയിലേക്ക് ആ ഒരു പയറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒന്നും കൂടി വേവിക്കുന്നത്. പക്ഷേ രണ്ടും കൂടി ആദ്യം മുതലേ ഒരുമിച്ച് വേവിക്കണ്ട, അപ്പോൾ ആ ഓലൻ്റെ ആ ഒരു കളറൊക്കെ മാറും. ഈ പയർ വേവുമ്പോൾ ഒരു ബ്രൗൺ കളറിലൊരു ഗ്രേവി ഇറങ്ങി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് വറ്റി വന്നപ്പോൾ നമുക്ക് 2ാം പാൽ ചേർക്കാം. 2ാം പാലിൽ ഇതൊന്ന് വേവട്ടെ. 2ാം പാൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ തോന്നാറില്ലേ, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അത് നമ്മൾ 1ാം പാൽ ചേർത്തിട്ട് അത് സെറ്റാക്കി എടുക്കും. ഇതാ ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വറ്റട്ടെ കേട്ടോ. ഈ പാലുകളൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1ാം പാൽ ചേർക്കുന്നതിന് മുമ്പത്തെ ആ സ്റ്റേജ് അത്യാവശ്യം വറ്റിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് 1ാം പാലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ലാതെ വാട്ടറി ആയി പോവും. ഓലനൊന്നും അങ്ങനെ കൂടുതലായിട്ട് വെള്ളം പോലെ ആവരുത്. ഇതാ ഞാൻ ക്രീമി ആയിട്ടുള്ള 1ാം പാൽ ചേർത്തു. തീ ഓഫാക്കിക്കോളൂ. അതുപോലെ ധാരാളം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണ ഈ ഒരു അളവിൽ ഞാൻ 2 സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ തന്നെ നമുക്ക് ഓലൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഓലൻ. ഓലനും ചോറും വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് അല്ലേ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അതായത് നല്ല ഹെവി ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മൾ ഫുഡ് കഴിച്ചു പോയാൽ നെക്സ്റ്റ് ഡേ ഇങ്ങനെ ഓലൻ ഉണ്ടാക്കിയിട്ടൊന്ന് ചോറ് കഴിച്ച് നോക്കൂ. അപ്പം നമുക്ക് വയറിനൊക്കെ ഒരു നല്ല സുഖമായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓലൻ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തിന് നല്ലതാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നുണ്ടാക്കിയ ഈ 3 ഓലനിലും നിങ്ങൾക്ക് ഏത് ഓലനാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് പറയണം. നിങ്ങൾ ഏത് ടൈപ്പ് ഓലനാണ് ഉണ്ടാക്കാറുള്ളതെന്നും പറയണം കേട്ടോ. അതുപോലെ സദ്യ ഐറ്റംസ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയണേ. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ശരി എന്നാൽ.